അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു 2 കാര്യങ്ങളാണ്. കീഴ്പ്പെട്ടിരിക്കുക, രാജാവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുക. അത് നാളെ കീഴ്പ്പെടാം, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് കീഴ്പ്പെടാം. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ പറയുന്നത് ഞാൻ അടുത്ത ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് കുമ്പസാരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ നല്ലതായിട്ട് ജീവിക്കാം. അതാണ് കീഴ്പ്പെട്ടിരിക്കുക. അപ്പോൾ എത്രയും വേഗം കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്രയും നല്ലത്. എത്രയും വേഗം കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്രയും നല്ലത്. രാജാവിൻ്റെ കീഴിൽ ഒരു പ്രജയെപ്പോലെ അങ്ങനെ നിന്നു കൊടുക്കുക. 2ാമത്തെ കാര്യം, ഭരിക്കാൻ അനുവദിക്കുക. രാജാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഭവനത്തിൽ രാജാവായി വാഴണമേ എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് ഭരിക്കുന്നത്. ഈശോയുടെ ഇഷ്ടമൊന്നും നിറവേറ്റാൻ ചിലപ്പോൾ നമ്മളങ്ങനെ അത്ര താല്പര്യമൊന്നും കൊടുക്കുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, ദൈവത്തിൻ്റെ ഇഷ്ടം വരാൻ നമുക്ക് ഇഷ്ടമാണോ? ദൈവം എന്തെങ്കിലുമൊക്കെ സഹനങ്ങളോ സങ്കടങ്ങളൊക്കെ തന്നാൽ അപ്പം തന്നെ മടുപ്പും മറുതലിപ്പും. അപ്പോൾ ഭരിക്കാൻ അനുവദിക്കുക, ദൈവമായ കർത്താവിനെ ഭരിക്കാൻ അനുവദിക്കുക.